എടാ അസ്തപ്പാനോട്ടെ ആ ഗംഗാധരന്റെ വഴി എങ്ങാനും വന്നോടാ. അയ്യോ ഭായിയുടെ കാശ് ഇനി അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങൂറിനെ കണ്ടാൽ ഞാൻ കുത്തുകളയും. ഞാനടാ ബോട്ട് വന്ന് ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നതാവും വേണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. എന്റെ ബോട്ട് നീ ഒളിച്ചിരിക്കരുതല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാത്തേക്കത്. ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. ഇന്നലെ കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കില്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറഞ്ഞ? ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണ്ടല്ലോ. എനിക്ക് എല്ലായിടത്തും പിറ്റാത്തി പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കുന്നു വേണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ വൈകിട്ട് വന്നേക്കാം. ആരും ബോട്ടിൽ പാടുന്നു. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ